പൈൽസോ ഏനൽ ഫിസ്റ്റിലോ ഏനൽ ഫിഷറോ കാണാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഓവർ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക. കുറച്ച് ലൂസണിങ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രസ്സ് ഇടുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രൊളോങ്ഡ് ആയിട്ട് ഇരിക്കുന്ന ശീലം, അതായത് പ്രൊളോങ്ഡ് സിറ്റിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും ആ സ്ഥലത്ത് നിന്ന് എണീച്ച് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത 1 മണിക്കൂർ ആകുമ്പോൾ ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് നിങ്ങൾ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നന്നായിട്ട് കുടിക്കണം. 3 ലിറ്റർ തൊട്ട് വെള്ളം നിങ്ങൾ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആഹാരത്തിൽ ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നല്ല രീതിക്ക് ഡെയിലി നിങ്ങളുടെ ഫുഡിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സസീവായിട്ട് മൈദ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കണം. ഇനി ആനിമൽ പ്രോട്ടീൻ, അതായത് മീറ്റ്, ഫിഷ്, എഗ്ഗൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഉണ്ട് എന്ന് സംശയമുള്ളവരാണ്, അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് പൈൽസ് ആണോ, ഏനൽ ഫിസ്റ്റുല ആണോ, ഏനൽ ഫിഷർ ആണോ എന്ന് തിരിച്ചറിയേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. താങ്ക് യു.